നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പലപ്പോഴും പല വിമാനങ്ങളും പറക്കലിനിടെ അപ്രതീക്ഷിതമാകുന്ന വാർത്തകൾ കാണാറുണ്ട്. പിന്നീട് ഒരുപക്ഷെ ആ വിമാനം അപകടത്തിൽപ്പെടുകയോ അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമാവുകയാണ് ചെയ്യാറ്. അത്തരത്തിൽ ഇപ്പോഴും ഒരുപാട് ദുരൂഹതകൾ നിലനിൽക്കുന്ന വിമാനം അപ്രത്യക്ഷമാകുന്ന വാർത്തകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പല വിമാനങ്ങൾക്കായി വർഷങ്ങളോളം നീണ്ട തിരച്ചിൽ നടത്തിയിട്ടും ആ വിമാനത്തെക്കുറിച്ച് യാതൊരു സൂചനകൾ പോലും പലപ്പോഴും ലഭിക്കാറില്ല എന്നുള്ളതാണ്. ഇപ്പോഴിതാ രണ്ടാം ലോകയുദ്ധ ബോംബർ വിമാനത്തിന്റെ ദുരൂഹത 82 വർഷങ്ങൾക്ക് ശേഷം അവസാനിക്കുകയാണ്. റോയൽ ഓസ്ട്രേലിയൻ എയർഫോഴ്സിന്റെ അതായത് RAAFന്റെ ബോംബർ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. 1943 ഡിസംബറിൽ ജർമ്മൻ സൈന്യം വെടിവെച്ചിട്ട റോയൽ ഓസ്ട്രേലിയൻ എയർഫോഴ്സിന്റെ ബോംബർ വിമാനവുമായി ബന്ധപ്പെട്ട എല്ലാ അഭ്യൂഹങ്ങളും ഇതോടെ അവസാനിക്കുകയാണ്. ഗ്രീക്ക് ദ്വീപായ ആന്റി കൈതേരയ്ക്ക് സമീപം 61 മീറ്റർ ആഴത്തിലാണ് ബാൾട്ടിമോർ FW282 എന്ന വിമാനം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ കണ്ടെത്തലോടെ 82 വർഷം നീണ്ട ദുരൂഹതയാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, യുണൈറ്റഡ് കിങ്ഡം എന്നിവിടങ്ങളിൽ നിന്നുള്ള 3 ജീവനക്കാരാണ് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ആഴക്കടലിൽ തകർന്ന കപ്പലുകൾ കണ്ടെത്താൻ വിദഗ്ധരായ ഗ്രീക്ക് ടെക്നിക്കൽ ഡ്രൈവിംഗ് ഗ്രൂപ്പായ ഈജിയൻ ടെക് ആണ് വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ 82 വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ റാഫ് വിമാനമാണെന്ന് ഈജിയൻ ടെക് ജീവനക്കാർ അധികൃതരെ അറിയിക്കുകയായിരുന്നു. റോയൽ എയർഫോഴ്സ്, റോയൽ ന്യൂസിലാൻഡ് എയർഫോഴ്സ് എന്നിവയിലെ സഹപ്രവർത്തകരുമായി ചേർന്നാണ് തിരച്ചിൽ സംഘടിപ്പിച്ചത്. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ഓസ്ട്രേലിയൻ ചീഫ് ഓഫ് എയർഫോഴ്സ് എയർ മാർഷൽ സ്റ്റീഫൻ ചാപ്പൽ പറഞ്ഞു. 3 രാജ്യങ്ങളിൽ നിന്നുള്ള ധീരരായ വ്യോമയാത്രികരെ ആദരിക്കുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റാഫിന്റെ 454 നമ്പർ സ്ക്വാഡ് ഡ്രോൺ ഉപയോഗിച്ചായിരുന്നു ബാൾട്ടിമോർ FW282 ഏജിയൻ കടലിന് മുകളിലൂടെയുള്ള ദൗത്യം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ജർമ്മൻ പോർ വിമാനം ആക്രമിച്ചത്. ബ്രിട്ടീഷ് എയർമാൻ ലെസ്ലി നോർമാൻ റോ, റാഫ് പൈലറ്റ് ഓഫീസർ കോളിൻ വാക്കർ, റാൻസ് ഓഫ് വാറന്റ് ഓഫീസർ ജോൺ ഗ്രേറ്റ് സൈഡ് എന്നിവരാണ് ഈ ആക്രമണത്തിൽ അന്ന് മരിച്ചത്. ഓസ്ട്രേലിയൻ പൈലറ്റ് വില്യം അൽറോയ് ഹ്യൂഗ് ഹോർസ്ലി രക്ഷപ്പെട്ടെങ്കിലും ജർമ്മൻ സൈന്യം അദ്ദേഹത്തെ പിടികൂടി യുദ്ധകാലം മുഴുവൻ തടവുകാരനാക്കിയിരുന്നു. വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ശേഷം ദൗത്യത്തിൽ മരിച്ച 3 സൈനികർക്കായി ഒരു അനുസ്മരണ ചടങ്ങ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. വർഷങ്ങളായി കാത്തിരുന്ന കുടുംബാംഗങ്ങൾക്ക് ഈ കണ്ടെത്തൽ ആശ്വാസമാകും. മരിച്ചവരുടെ ധീരതയെ സ്മരിക്കുന്നതിനായി സ്മരണിക ചടങ്ങുകൾ നടത്തുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്.